സുന്ദരി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം ഏതാണെന്നാണ്. ഞാൻ റീസെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയൊരു ലിപ് ബാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ ലിപ് ബാമിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിവ്യൂ ഇടാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ റിവ്യൂവും എൻ്റെ ഫേവറേറ്റും എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ. അപ്പൊ ഞാൻ ഇതിൽ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം ഏതാണെന്ന് പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇന്നത്തേക്കുന്ന ലിപ്സ്റ്റിക് ഇസ് മാക് ബ്രിക്കോല. ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല, ഒരു സാറ്റിൻ ഫിനിഷ് ആണ് കേട്ടോ. കുറച്ച് ഗ്ലോസി ആയിട്ടുള്ളതാണ്, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല. ആൻഡ് ഇന്നത്തേക്കുന്ന ഇയറിംഗ്സ്, ഇത് ഇൻസ്റ്റഗ്രാം പേജ് അഡോ ബൈ പ്രിയങ്ക. ഓസം പേജ് ആണ്, ഭയങ്കര ഹൈ ക്വാളിറ്റി ഇയറിംഗ്സ് ആണ്. ലൈക്ക് ഭയങ്കര ഫിനിഷിങ്ങും ലൈക്ക് നാച്ചുറൽ സ്റ്റോൺസ് ഉള്ള ഇയറിംഗ്സ് ആണ്. ലൈക്ക് ഗുഡ് ക്വാളിറ്റി, ലൈക്ക് ഐ ടോട്ടലി അപ്രീഷിയേറ്റ് ദ ക്വാളിറ്റി. ഭയങ്കര എന്താ പറയുക, ഓസം ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഇതാണ് ഒരു ഇയറിംഗ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ നോക്കാം. ഞാൻ അവിടെ ഇതിന്റെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി അധികം പിക്സ് ഒക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇനി നമുക്ക് വേഗം വീഡിയോ കാണാം. ഓലൻസിന്റെ ഒരു സിംഫണി ഗ്രേ ആണ്. ഇത് എനിക്ക് അത്ര സൂട്ട് ആവുന്നില്ല, കുറച്ച് വാഷ് ഔട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ട് ചിലർക്ക് ഇത് സൂട്ട് ആവും. ബട്ട് എനിക്കിത് വാങ്ങിച്ചു പോയ കാരണം ഞാൻ ഇടുന്നു മാത്രം. ആൻഡ് ഇനി നമുക്ക് എന്തായാലും ലിപ് ബാമിനെ പറ്റിയിട്ട് പറയാം. എൻ്റെ കയ്യിലുള്ളത് 2 ലിപ് ബാംസ് ആണ്. ഞാൻ കുറേ ലിപ് ബാംസ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടം ആദ്യം തന്നെ ഞാൻ പറയാം. എനിക്കിഷ്ടം ലിപ് ബാം കുറച്ച് ടിൻറ്റഡ് ലിപ് ബാംസ് ആണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലിപ് ബാം റീഅപ്ലൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കൂടുതലും ഹൈഡ്രേറ്റിംഗ് പിന്നെ കുറച്ച് ടിൻറ്റ് ഉള്ളത്. അപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഡെയിലി ചിലവർക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ലിപ് ബാം തന്നെ കുറച്ച് ടിൻറ്റ് തരുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കണ്ട് പെട്ടെന്ന് നമ്മൾ ലിപ്സ്റ്റിക് ഇടാണ്ട് കാണുമ്പോൾ ഒരു മാതില്ല. കാരണം ഞാൻ ലിപ് ബാം ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ടിൻറ്റഡ് ആണ് നോക്കാറ്. പിന്നെ കുറേ ലിപ് ബാംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ എന്നിട്ട് വീണ്ടും ഒരു പ്രോഡക്റ്റിലേക്കാണ് വരാറ്. പിന്നെ ഈ അടുത്താണ് ഞാൻ ഈ കൗമുദി ലിപ് ബാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. ആമസോണിൽ നോക്കിയപ്പോൾ ആമസോണിലും ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മെയ്ബിലിൻ ആലിയ ഭട്ട് റേഞ്ചിൽ ഒരു 4 ഷെയ്ഡ് ഉണ്ട്. എനിക്ക് 4ഉം ഇഷ്ടമാണ്. ആൻഡ് ഇതിപ്പോൾ ഞാൻ പുതിയൊരു ഷെയ്ഡ് വാങ്ങിച്ചതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് വന്നിട്ട് മോവ് മാൻഹാറ്റൻ മോവ്, അതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിനും കമ്പാരിസണിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ കൗമുദി ലിപ് ബാമിനെ പറ്റിയിട്ട് പറയാം. കൗമുദി ഹാൻഡ് മെയ്ഡ് ആൻഡ് നാച്ചുറൽ ലിപ് ബാം ഫോർ മെൻ ആൻഡ് വിമൻ. ഇതിൽ റോസ് ഡാമസ് എനിക്കറിയില്ല, ആൻഡ് സാഫ്രൻ എസെൻഷ്യൽ ഓയിൽ. പിന്നെ കുറെ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇവർക്ക്. 10 ഷെയ്ഡ്സ് ആണുള്ളത്. എൻ്റെ ഉള്ളത് ചെറി ലിപ്പ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 290 റുപ്പീസ് ആണ്. ആൻഡ് ആമസോണിൽ ആഫ്റ്റർ ഡിസ്കൗണ്ട് 232 റുപ്പീസ് പ്ലസ് ഇവരുടെ ഡെലിവറി ചാർജ് 45 റുപ്പീസ്. അതാണ് ഇതിന്റെ പ്രൈസ്. എന്തായാലും അഫോർഡബിൾ ആണ്. ആൻഡ് ഇത് ആക്ച്വലി സത്വ നാച്ചുറൽസിന്റെ കൗമുദി ടിൻറ്റഡ് ലിപ് ബാം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. സോ സത്വ നാച്ചുറൽസ് ആണ് ബ്രാൻഡ്. ഫീച്ചേഴ്സ് പറയുന്നത് ലിപ് ബാം വർക്ക്സ് ഫോർ ക്രാക്ഡ് ആൻഡ് ഡ്രൈ ലിപ്സ്, റെഡ്യൂസസ് ലിപ്പ് ഡാർക്കനിങ്. സോ മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്ത് ഇതിൽ ടിൻറ്റ് ഉള്ളതും ലിപ്പിന്റെ പിഗ്മെന്റേഷൻ ലൈറ്റൻ ചെയ്യുന്നു പറഞ്ഞ കാരണം കൂടിയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്യാൻ കാരണം. പിന്നെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ആണ് ഇവർക്കുള്ളത്. ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട്സ് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലിപ് ബാം നല്ല ഹെവിലി പിഗ്മെന്റഡ് ലിപ് ബാം ആണ്. ലൈക്ക് നോ ഡൗട്ട് പിഗ്മെന്റേഷൻ നല്ല ടിൻറ്റ് ഉള്ളതാണ്. പൊതുവെ ചിലവർക്ക് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവർക്ക് അത്ര ടിൻറ്റഡ് ഇഷ്ടമല്ല. ബട്ട് എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിൻറ്റഡ് ലിപ് ബാംസ് ഇഷ്ടമാണെങ്കിൽ പ്ലസ് പോയിന്റ്. ഇനി സെക്കൻഡ് ഇത് യൂസ് ചെയ്തിട്ട് ലിപ് പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാനത് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലിപ് പിഗ്മെന്റേഷനിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ SPF ഇല്ല ആൻഡ് 4.5 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 100% വെജിറ്റേറിയൻ, GMO ഫ്രീ, 100% ഹാൻഡ് മെയ്ഡ്, ക്രൂവൽറ്റി ഫ്രീ ആൻഡ് നോ പ്രിസർവേറ്റീവ്സ്. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ഈ ഒരു ലിപ്സിന്റെ ആ ഹൈഡ്രേഷൻ ലെവല് പോരാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് എൻ്റെ അത്ര ഡ്രൈ ലിപ്സ് അല്ല. പക്ഷെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞായിട്ട് ഇട്ടുന്ന മോയ്സ്ചറൈസിങ് ഒക്കെയാണ്. പക്ഷെ പൊതുവെ ലിപ് ബാംസ് എനിക്ക് ഹെവി ഡ്യൂട്ടി ലിപ് ബാംസ് ആണ് ഇഷ്ടം. ലൈക്ക് ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുക, ലൈക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ ചുണ്ട് വെള്ളം കുടിച്ച ഒരു ഫീലിംഗ്. എന്താ പറയാ, ലൈക്ക് പുറത്ത് മാത്രം ഒരു മോയ്സ്ചറൈസേഷൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അത്
ലിപ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കരുത് അല്ലെ, ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഹൈഡ്രേഷൻ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനത്തെ ലിപ് ബാംസ് ആണ് ഞാൻ കൂടുതലും നോക്കാറ്. ബിക്കോസ് ഞാൻ ഇഷ്ടംപോലെ ലിപ് ബാംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് നേരത്തിനുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് കൗമുദിയുടെ ലിപ് ബാമും എനിക്ക് തോന്നിയത്. പിന്നെ ഈ കൗമുദി ലിപ് ബാമിന് അങ്ങനെ വേറെ സ്മെല്ലൊന്നുമില്ല. ആൻഡ് ഈ ഒരു ലിപ് ബാം ഫെയ്ഡ് ആവുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഫെയ്ഡ് ആകുമ്പോൾ നമ്മൾ ചില മാറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഔട്ടർ ലൈൻ ഉണ്ടാവില്ലേ, അതേപോലെയാണ് ഇതിനും. അതെനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് ഈ ലിപ് ബാം ഫെയ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ വേഗം കൈ എടുത്തിരുന്ന് തുടങ്ങി, ഓരോ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടങ്ങി. ഞാൻ എപ്പോഴും പുറത്തൊക്കെ ആണെങ്കിൽ, പുറത്തെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാനിപ്പോൾ എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനെ തുടച്ച് കളയണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈൻ ഇങ്ങനെ കെടുക്കും. അത് വേറൊരു മൈനസ് പോയിന്റ് ആണ് ഈ ലിപ് ബാമിന്റെ. ഇനി മറ്റേ മേബിലീനെ പറ്റിയിട്ട് പറയാം. അപ്പൊ മേബിലീൻ ബേബി ലിപ്സ് ആലിയ ലവ്സ് ന്യൂയോർക്ക് ലിപ് ബാം ആണ്. 4 ഷെയ്ഡ്സ് ഉണ്ട്. ഹൈലൈൻ വൈൻ, മൗവ് മാൻഹാറ്റൻ, റൺവേ ന്യൂഡ് അല്ലെ, ബ്രൂക്ലിൻ ബ്രോൺസ്, ബ്രോഡ്വേ റെഡ്. റൺവേ ന്യൂഡ് എവിടെന്ന് എനിക്കറിയില്ല. ബ്രോഡ്വേ റെഡ്, ബ്രൂക്ലിൻ ബ്രോൺസ്. ഐ തിങ്ക് ബ്രൂക്ലിൻ ബ്രോൺസ് ആണ് ഇതിലത്തെ ന്യൂഡ്. ഒരുപാട് അങ്ങനെ ടിന്റഡ് അല്ല. ആൻഡ് ബ്രോഡ്വേ റെഡ്. ഇത് 4 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈലൈൻ വൈന് മാത്രമാണ് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചത്. ഇതിന്റെ പ്രൈസ് ₹175. ഓൾവേസ് ഡിസ്കൗണ്ട്സിൽ കിട്ടും. 150 റുപ്പീസിന് എന്തായാലും ഏത് വെബ്സൈറ്റിലും കിട്ടും. ഇപ്പൊ ആമസോണിൽ കാണിക്കുന്നത് ₹122. ഇത് ഇവരുടെ ലിമിറ്റഡ് എഡിഷൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിന്റഡ് ലിപ് ബാം വിത്ത് SPF 20+ point, keeps lips moisturized up to 16 hours, protects and repairs lips, enriched with vitamin E and coconut oil. അതൊക്കെയാണ് ഡീറ്റെയിൽസ്. എൻറ്റയർ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് എന്തായാലും ഇതിലെ വെബ്സൈറ്റിൽ നോക്കി കാണുന്നില്ല. ഇനി മറ്റേ അവരുടെ ആ പേപ്പർ കാർഡ് ഇതില്ലേ, ഇതൊരു പേപ്പറിൽ പാക്ക് ചെയ്തിട്ടല്ലേ വരാറ്, ആ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്. അതില് മിക്കവാറും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതിപ്പോ എൻ്റെ ഇല്ല. അതെന്തായാലും സ്ക്രീൻഷോട്ട് ഇടാത്തേന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഞാൻ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്ത്, സോ ഞാൻ ഈ മേബലിന്റെ തന്നെ ഞാൻ എല്ലാ ലിപ് ബാംസും ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു 4-5 വെറൈറ്റി ഉണ്ട്. ഞാൻ കോളേജിലാണോ ജോലി ചെയ്യുന്ന സമയത്താണോ എന്ന് എനിക്കല്ല, അവർക്ക് 2 ഷെയ്ഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്ലൂം ആൻഡ് സം പീച്ച് സംതിങ്. ഇങ്ങനെ വൈറ്റ് ആയിട്ടാണ് ഇടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിങ്ക് ആയിട്ട് മാറുന്ന അങ്ങനത്തെ ഒരു ലിപ് ബാം. അതെനിക്ക് അന്ന് ഇഷ്ടമായിരുന്നു. പക്ഷെ ഹൈഡ്രേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ മേബിലിൻ എൻറ്റയർ റേഞ്ചിൽ ഇതിന്റെ അത്ര ഹൈഡ്രേഷൻ, മേബിലിന്റെ ആണ് ഞാൻ പറയണേ, മേബിലിനിൽ ഇതിന്റെ അത്ര ഹൈഡ്രേഷൻ ഒന്നിനും ഇല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരുവിധം അവരുടെ ഒരു ഷെയ്ഡല്ല ഞാൻ ട്രൈ ചെയ്തേക്കണേ, ഒരു റേഞ്ചില് എല്ലാ ഷെയ്ഡ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവരുടെ ബേബി ലിപ്സിന്റെ തന്നെ കുഞ്ഞ റേഞ്ച് ഉണ്ട്, ഈ ആലിയ എഡിഷൻ അല്ലാണ്ട്. അത് സെക്കൻഡ് ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അതെന്റെ ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്കിപ്പോൾ തേടിയെടുക്കാൻ വയ്യ. എന്തായാലും എന്റെ മോസ്റ്റ് ഫേവറേറ്റ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയില്ലേ. ഇനി ഈ മേബിലിൻ ലിപ് ബാമിനെ പറ്റി പറയാനായിട്ട് ഫസ്റ്റ് ഞാൻ ഇതിന്റെ ടിന്റിനെ പറ്റി പറയാം. ഇതും ടിന്റഡ് ലിപ് ബാം ആണ്. നല്ല പിഗ്മെന്റഡ് ആണ്. ലൈക്ക് നമ്മുടെ ഡാർക്ക് ലിപ്സ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യില്ല നിങ്ങൾക്ക്. എന്നാലും ഭയങ്കര ഷിയർ ടിന്റ് അല്ല, കുറച്ച് ടിന്റ് ഉണ്ട്. ഞാൻ ഇപ്പിട്ടേക്കുന്ന ലിപ്സ്റ്റിക് അല്ലേ, എന്തായാലും ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ആൻഡ് ഭയങ്കര ഗ്ലോസി ഫിനിഷ് ആണ്. ആൻഡ് മുടിയൊക്കെ ഇങ്ങനെ അതും അങ്ങനെ വന്ന് ഒട്ടിക്കെടുക്കൂട്ടോ. അങ്ങനെ അത്രയ്ക്ക് ഒട്ടിക്കെടുക്കില്ല നമ്മുടെ കൗമുദി ലിപ് ബാം. ലൈക്ക് മുടി നമ്മളൊരു ഗ്ലോസ് ഇട്ട് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആവും, പക്ഷെ മുടി പിന്നെ അവിടെ ഇങ്ങനെ നമ്മൾ ഒട്ടിയിരിക്കില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹൈഡ്രേഷൻ. ഇപ്പൊ നമ്മൾ പൊതുവെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു മാറ്റ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം, ആ മാറ്റിന്റെ ടെക്സ്ചറും വേണം. അപ്പൊ ഈ ഒരു ലിപ് ബാം നമുക്കൊന്ന് തുറച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ബിക്കോസ് ഇതിന്റെ ഹൈഡ്രേഷൻ അപ്പോഴും അവിടെ ഉണ്ട്. കൗമുദി ലിപ് ബാമിന് അതിന്റെ ഹൈഡ്രേഷൻ തുടച്ചു കഴിഞ്ഞാൽ പോവും, അത്രയേ ഉള്ളൂ. അപ്പൊ കൗമുദി ലിപ് ബാം എങ്ങനെയാന്ന് വെച്ചാല് ക്രാക്സ് ഫോം ആവുണ്ട്. ലൈക്ക് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ലിപ്പ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ കട്ട് പോലെ ഒരു അവിടെ ഇവിടെ ഇങ്ങനെ വീർത്തിട്ടൊരു ഡ്രൈനെസ് വരില്ലേ, എനിക്ക് മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ആ ഒരു ഡ്രൈനെസ് അല്ല ഇതിന്. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇതില് ഡീപ്ലി ഹൈഡ്രേറ്റ്, ലൈക്ക് ലിപ്സ് ഭയങ്കര സോഫ്റ്റ് ആക്കും. ആൻഡ് ഈ ഒരു ലിപ് ബാം ഡസ് നോട്ട് ക്ലെയിം ഇറ്റ് ലൈറ്റൻസ് പിഗ്മെന്റേഷൻ. പക്ഷെ ഈ ഒരു ലിപ് ബാം എൻ്റെ ലിപ് ബാം ഐ മീൻ ഈ ആലിയ ഭട്ടിന്റെ റേഞ്ചിലത്തെ ലിപ് ബാം എൻ്റെ പിഗ്മെന്റേഷനും കുറയ്ക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എനിക്കറിയില്ല, ഇവരിത് ക്ലെയിം ചെയ്തിട്ടില്ല. ബട്ട് ഇനി ഇതിൽ SPF ഉള്ള കാരണമാണോ എന്ന് എനിക്കറിയില്ല. ഇത് ലൈക്ക് മൈ ഗോ ടു ഫേവറേറ്റ് തന്നെ പറയാം.
ഡീപ്ലി ഹൈഡ്രേറ്റിംഗ്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഇങ്ങനത്തെ സാധാരണ ഫാൻസി സ്റ്റോഴ്സ് വാങ്ങിക്കേണ്ട, ബിക്കോസ് അവിടെ ഫേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ട് ഫേക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഡിഫറൻസ് ആണെന്ന് എനിക്കറിയില്ല, ബിക്കോസ് എൻ്റെ അതിൻ്റെ ഒറിജിനൽ ഉണ്ടായിരുന്നു, അവളുടെ അതിൻ്റെ ഫേക്ക് കിട്ടി. അവൾ അതിന് മുന്നും ഇതിന് ഒറിജിനൽ അവൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് യൂസ് ചെയ്തപ്പോൾ അവൾക്ക് വേറൊരു ടെക്സ്ചർ പോലെ. അപ്പം ഞാനും അത് ട്രൈ ചെയ്തപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. അപ്പോൾ ഇതിൽ ഫേക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മേബിലിൻ്റെ കൗണ്ടറിൽ പോയി വാങ്ങി. ആൻഡ് ഐ തിങ്ക് ഓൺലൈനൊക്കെ ഫേക്ക് അല്ല എന്ന് എനിക്ക് തോന്നണേ, ബിക്കോസ് എനിക്ക് ഇതുവരെ അങ്ങനെ ഫേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് എല്ലാ ടെക്സ്റ്റിലൊക്കെ എനിക്ക് സെയിം ആയിട്ടാണ് തോന്നാറ്. അത് കാരണം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുക. ബിക്കോസ് അത് ഒറിജിനൽ ആണെങ്കിൽ ഡീപ്ലി ഹൈഡ്രേറ്റിംഗ്, ലിപ്സിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പിഗ്മെന്റേഷൻ കൂട്ടാണ്ട് നോക്കുന്നുണ്ട്. ആൻഡ് ലിപ്സിന് ഇനി ഒരു ലിപ് ബാം ഞാൻ ഇതൊന്നും ഞാൻ ഒരുപാട് അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, ബട്ട് ലിപ്സ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ രാത്രി ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് കിടക്കും, ആൻഡ് രാവിലെ ലിപ്സ് ആർ സോ സോഫ്റ്റ് ആൻഡ് സപ്പിൾ. ഭയങ്കര എന്താ പറയാ, ഡീപ്ലി ഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നും ഈ മേബ്ലിൻ ആലിയ ഭട്ട് ലിപ് ബാം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇഫ് യു ആസ്ക് മീ കൗമുദി ലിപ് ബാം ഇനി ഞാൻ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ മേ ബി ഞാൻ വാങ്ങിക്കും, ബിക്കോസ് ഓഫ് ദ ടിൻറ്റ് ആൻഡ് ഓൾസോ നാച്ചുറൽ ഹോം മെയ്ഡ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതല്ല. അത് കാരണം ഞാൻ ചിലപ്പോൾ വാങ്ങിക്കും. ബട്ട് എന്താ പറയുക, വേറൊരു കളറാവും ഞാൻ വാങ്ങിക്കാം, ബിക്കോസ് ഇത് ഭയങ്കര ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ്. അത് കാരണം ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും, വേറെ വല്ല ലൈറ്റർ ഷെയ്ഡ്സ് ഞാൻ ചിലപ്പോൾ വാങ്ങിക്കും. ബട്ട് എൻ്റെ ലിപ്സിൻ്റെ പ്രൊട്ടക്ഷനും ലൈക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് കൂടുതലും ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാണെങ്കിൽ വെറുതെ ഒരു ലിപ്പിൻ്റെ ഒരു ടിൻറ്റ് വേണമെങ്കിൽ മേ ബി കൗമുദി ഞാൻ യൂസ് ചെയ്യും. ബട്ട് ഡെയിലി പ്രൊട്ടക്ഷന് ഞാൻ എന്തായാലും യൂസ് ചെയ്യും മേബിലിൻ ആലിയ ഭട്ട് ലിപ് ബാം ആണ്. കുറെ കത്തിയായെന്ന് എനിക്കറിയാം, ബട്ട് എനിക്ക് നിങ്ങളോട് എല്ലാ ഡീറ്റെയിൽസും ലൈക്ക് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസും എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കമന്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.